Hello guys, welcome back to our YouTube channel. So ഞങ്ങൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വയനാട് പോവാണ് ഗായ്സ്. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അപ്പം നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ അടുത്തേക്ക് പോവാണ്. അപ്പം നോമ്പിൻ്റെ ടൈമിൽ ഒരു പെരുന്നാളിൻ്റെ കുറച്ച് മുന്നുള്ള നോമ്പിൻ്റെ സമയത്ത് തന്നെ പോവാം. അപ്പം നമുക്ക് നോമ്പും പെരുന്നാളും ഒക്കെ കിട്ടുമല്ലോ അവിടെ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങൾ പോകാൻ വേണ്ടി പാക്ക് ചെയ്യാണ്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. മുബിക്കാക്ക എന്നെ പാത്രമൊക്കെ കഴുകി ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട്. വേഗം പോയി പാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടതാണ്. അപ്പം എന്തായാലും നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതുണ്ടോ കട്ടില് കണ്ടോ ഫുള്ള് കിടക്കുന്നുണ്ടോ? ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി പാക്ക് ചെയ്ത് വെക്കണം. അപ്പൊ എന്തായാലും ഇതിൽ എന്തൊക്കെയോ പേപ്പറും പേനയൊക്കെ എടുത്തിട്ടുണ്ട് കുറെ. അപ്പൊ അതിൽ വേണ്ടാത്ത കുറെ ഒഴിവാക്കണം. എന്നിട്ട് നമുക്ക് എന്തായാലും വേഗം പാക്ക് ചെയ്യാൻ തുടങ്ങാം. കാരണം ഇപ്പൊ സമയം 7 മണിയായി. 9 മണിക്ക് ബസ്സാണ്. ഇപ്പോഴാണ് പാക്ക് ചെയ്യാൻ തുടങ്ങണത്. അപ്പൊ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. കാരണം സ്ലീപ്പറിൽ പോയി കഴിഞ്ഞാല് നമ്മൾ ഇവിടുന്ന് രാത്രി കയറിയിട്ട് ഉറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അവിടെ നമ്മൾ ഒരു ക്ഷീണവും അറിയില്ല. അല്ലാതെ നമ്മൾ കാർ എടുത്ത് പോകുമ്പോൾ ഞങ്ങൾ ഭയങ്കര ടയേർഡ് ആവും. പിന്നെ 2 പേര് മാറി മാറി ഡ്രൈവ് ചെയ്യാണ്ടെങ്കിൽ മുബിക്കാക്കും കുഴപ്പമില്ല. ഇത് മുബിക്കാക്ക് ഒറ്റക്ക് ഡ്രൈവ് ചെയ്യണം. എന്നെ പഠിപ്പിക്കാൻ ഞാൻ എപ്പോഴോ പറഞ്ഞതാണ് ഡ്രൈവിങ്. അത് കേൾക്കാത്തതുകൊണ്ടല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ സ്ലീപ്പറിലാണ് പോണത്. അപ്പം ബസ് 9 മണിക്കാണ്. പക്ഷെ ഇപ്പൊ ടൈം 7 മണിയായപ്പോ നമുക്ക് വേഗം തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഡ്രസ്സ് വെക്കുമ്പോഴേക്കും ഇതൊക്കെ നിറയും. ബാക്കിയുള്ള സാധനങ്ങൾ എവിടെ വെക്കുന്നതായിരിക്കും ഒരു പിടിച്ചില്ല. എന്റെ അനിയത്തിയാണെങ്കിൽ വന്നിട്ട് അവിടെ ലഗേജ് ഒന്നും കൊള്ളുന്നില്ല പറഞ്ഞിട്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബാഗ് എടുത്തിട്ട്. അതുകൊണ്ട് പക്ഷെ അപ്പൊ ഞാനും വിചാരിച്ചു കൊള്ളുമായിരിക്കും, നമ്മളെ ലഗേജ് ഇതില് തികയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ എടുത്തിട്ട് കണ്ടില്ല. ഇത് കണ്ടപ്പോ എനിക്ക് നല്ല ഡൗട്ട്, പൊട്ടി പോകുമാണോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെയും മുബിക്കാക്കിന്റെയും ഡ്രസ്സുകൾ പാക്ക് ചെയ്യട്ടെ. എന്നാൽ തന്നെ എത്രത്തോളം സ്ഥലം വേണം. 2 ട്രോളി എടുക്കണം എന്ന് വിചാരിച്ചപ്പോ ഈ ബാഗ് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാത്തിനും 2 കൊള്ളൂല എന്നാണ്. ഞങ്ങൾ മിക്കവാറും ഒരു 4-5 ദിവസം നിൽക്കാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ പ്ലാനിൽ മാറ്റം വരാം. അപ്പൊ ഞങ്ങളെ ഡ്രസ്സുകളാണ് ഇതിൽ വെക്കുന്നത്. ഏകദേശം ഒരു ബാഗ് ഫില്ലായിട്ടുണ്ട്. പെരുന്നാളിന്റെ ഡ്രസ്സ്. യെസ്, അതിലൊരു കോമഡി എന്താന്ന് വെച്ചാല് മാളൂസിന്റെ ഡ്രസ്സാണ്, തയ്ച്ച് കഴിഞ്ഞിട്ടില്ല. കണ്ട ഈ ചെന്നിട്ട് വേണം ഇത് തയ്ക്കാൻ. പിന്നെ പക്ഷെ ഞാൻ വിചാരിച്ച് മാച്ചിങ് ആക്കാം. കാരണം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്കൊരു ടോപ്പ് അടിക്കാനുണ്ട്. ഇതിലേക്ക് ഒരു സ്കേർട്ടിനുള്ള തുണിയും കൂടെ അടിച്ചിട്ട് ഞങ്ങൾ മാച്ചിങ് ആക്കും. മുബിക്കാകത് വെറൈറ്റി കുർത്തയൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം പെരുന്നാളിന്. കുർത്തയും മുണ്ടൊക്കെയാണ്. മുണ്ടെടുത്തിട്ട് നടക്കാനൊന്നും അറിയില്ല. നമുക്ക് നോക്കാം, കോമഡികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്റെ ഷർട്ടിന്റെ കാര്യം പറയണ്ട. അപ്പൊ പെരുന്നാളിന്റെ ഡ്രസ് എന്തായാലും ഇതിലിങ്ങനെ സെപ്പറേറ്റ് വെക്കാന്ന് വിചാരിച്ചു. ഒരു പെട്ടി ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ട്രോളിയാണ്. അത് കഴിഞ്ഞിട്ട് മാളൂസിന്റെ ഒരു ട്രോളി ഉണ്ട്. അതെ, മാളൂസിന്റെ ട്രോളിയിലാണ് ഇപ്പൊ ഇത് വെക്കുന്നത്. ഇതെന്താ മുണ്ടോ? മുണ്ട് വേണ്ടേ? എടുക്കണ്ടോ? വേണ്ടേ, ട്രൈ ചെയ്യാന്ന്. മുണ്ട് വേണമെങ്കിൽ എനിക്ക് ചെരുപ്പ് വേണം. ചെരുപ്പ് എടുക്കാം, എല്ലാം എടുക്കാം. നമ്മളെ ബസ്സാണ്, നമ്മുടെ സ്വന്തം ബസ്സിലാ പോകുന്നത്. മാളൂട്ടീന്റെ പാക്കിങ്ങിലാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു ഈ ട്രോളിയിൽ മാളൂട്ടീന്റെ മാത്രം വെക്കാന്ന്. പക്ഷെ മാളൂസിന്റെ വെക്കണതിന് മുമ്പേ ട്രോളി പകുതി അതിൽ വെച്ചിട്ട് ഇതില് നമ്മളെ ചപ്പൽസ് ഒക്കെ വെക്കാം. ഇനി ഞങ്ങളെ ചെരുപ്പുകൾ എടുക്കണം ഗൈസ്. എല്ലാരും വിചാരിക്കും നമ്മള് വീട് മാറി പോവാന്ന്. ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഒപ്പിച്ചൊന്നും കൊണ്ടുപോകണ്ട. എന്തായാലും ഉണ്ട്, അപ്പൊ പിന്നെ കൊണ്ടുപോയിക്കൂടെ അല്ലേ? അതെ, മാളൂസിന്റെ ചെരുപ്പ് എടുക്കാം. ഉള്ളിൽ വെച്ചോ. ഇതില് നമ്മുടെ ചെരുപ്പും കൂടെ കൊള്ളും. നന്നോട്ടെ. ഇത് പെരുന്നാളിനിടാ അല്ലേ? യെസ്, ഇതേ മറന്നു ഈ സംഭവം ഉള്ളത്. കൊള്ളുമെന്തോ. എന്റേത് എനിക്ക് ഈ ഷൂസ് വേണം, ആ ചെരുപ്പ് വേണം, ആ ഷൂസ് വേണം. എന്താ പിന്നെ ഷൂസ് വേണം. നമുക്ക് റീൽ എടുക്കാണ്ട് ഷൂസ് ഒക്കെ കണ്ടാ. എന്നോട് ചെരുപ്പ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കല്ലെങ്കിൽ ഇത് വെറുതെ ആയില്ലേ. അപ്പൊ ഈ ട്രോളി ഫുൾ ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങള് ബ്രഷും ഫേസ് വാഷ് ഒക്കെ ഇതിൽ വെക്കണം. നമുക്ക് അത് പ്ലസിന്റെ ഷവർ ജെല്ല് ഞങ്ങൾ പാക്ക് ആക്കാണ് കേട്ടോ. ഞാൻ ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ട്രാവൽ പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റി. അപ്പൊ അതിലേക്ക് പാക്ക് ആക്കാണ്. കുറച്ച് നോക്കിക്കോ. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ ഫേസ് വാഷ് എടുത്തു. അപ്പൊ ഈ ട്രോളി സെറ്റ്. നമ്മള് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് ആക്സസറീസ് വെക്കണ സമയമാക്കുമ്പോ പെട്ടെന്ന് ഇതുണ്ട്. എന്റെ കുട്ടി കുറെ ഒതുക്കി വെച്ചെന്ന് വന്നപ്പോ എനിക്ക് കിട്ടാൻ വേണ്ടി എനിക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ എളുപ്പമായി. അപ്പൊ നമ്മളെ ഹെയർ ആക്സസറീസ് എന്താ വെച്ചാല് നമ്മള് വിചാരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ സെലക്ട് ചെയ്ത് ഒരു 3 എണ്ണൊക്കെ അല്ല ഒരു ചെറിയ ബോക്സിൽ കുറച്ചെടുത്താൽ മതി. പക്ഷെ എനിക്ക് ഇതിൽ ഏതായിരിക്കും വേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാം എടുക്കണം. അതിന് നല്ല സ്പേസ് വേണം. അതാണ് പ്രശ്നം. ഇത് നമുക്ക് എടുക്കാം. അപ്പൊ ഇത് ഏറ്റവും ലാസ്റ്റ് സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് വെക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വെക്കാം. അപ്പൊ ഗൈസ്, അപ്പം ഡ്രസ്സ് പാക്ക് ചെയ്തോണ്ടിരിക്കണ ഞങ്ങൾ ഇപ്പൊ കാണുന്നത് ബസ്സിലാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ടൈം ഇല്ലാത്തോണ്ട് ഞങ്ങൾ അടിയായി അവസാനം. അതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്ത് ഇറങ്ങി. ഇപ്പോഴാണ് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തത്. എനിക്കൊരു ബിരിയാണി ഒക്കെ വാങ്ങിക്കൊണ്ടു. ബിരിയാണി കാട്ടി ഉണ്ടാക്കും. പക്ഷെ ഞങ്ങൾ ബിരിയാണി കഴിക്കാം. ആയിക്കോട്ടെ, ഞങ്ങളെ കഴിക്കാന്ന് വിചാരിച്ചാ. പക്ഷെ നോക്കുമ്പോൾ ടൈമില്ല. അപ്പൊ ഞങ്ങൾ വാങ്ങി. ഇനിയിപ്പോ എങ്ങനെ കഴിക്കും എന്നറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ ഞങ്ങളെ ഇന്നത്തെ ബെഡ്റൂം ഞാൻ കാണിച്ചു. നമ്മളെ ഇന്നത്തെ ബെഡ്റൂം കർട്ടനൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഞങ്ങളെ റൂമിന്റെ വാതിലടക്കട്ടെ. എന്തൊരു കംഫർട്ടബിൾ ആണല്ലേ ഇത്. സത്യം പറഞ്ഞാൽ കാർ എടുത്ത് പോകുന്ന എന്തൊരു മണ്ടത്തരാണ്. മാളൂസിന്റെ ലഗേജ് എന്തൊക്കെയോ ഞാൻ നോക്കുമ്പോ വീട്ടിലുള്ള കച്ചറ സാധനങ്ങൾ ഫുള്ള് എടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് പാക്ക് ചെയ്യുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നോക്കാൻ പറ്റിയില്ല. നാശമായൊരു മൊബൈലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. വേഗം നാശമായി. വണ്ടർഫുൾ. ഞങ്ങൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കടികളൊക്കെ പാഴ്സൽ ചെയ്തെടുക്കും. കുറച്ച് ഞങ്ങൾ താഴത്ത് ചേച്ചിക്ക് കൊടുത്തു. അപ്പം ഇത് കഴിക്കട്ടെ. ഗൈസ്, ഞങ്ങൾ നടു റോട്ടിലായി ചുരത്തിലിട്ടോ. ഇവിടെ 6-ാം വളവില് ഒരു വണ്ടി കുടുങ്ങിക്കുക, ബസ്. അതിന് കുറച്ച് കഴിയാണ്ട് ഇവിടുന്ന് അനങ്ങൂലെന്നാ പറയുന്നത്. കണ്ടില്ലേ, ഫുള്ള് ബ്ലോക്കാണ്. എന്ത് ചെയ്യുന്നറിയാതെ ഞങ്ങൾ ഇങ്ങനെ റോട്ടിൽ നിൽക്കുകയാണ് ഗൈസ്. മാളൂട്ടി ഷാനും നല്ല ഉറക്കാണ് കേട്ടോ ഗൈസ്. രക്ഷയില്ല. ഇതാ ചുരം. ഇതാണ് ഞങ്ങളെ വയനാട് ചുരം. കാരണം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ടവർ ഇഷ്ടം പോലെ പേരുണ്ടാവും. ഒരുപാട് പേര് നടന്നു പോവാണ് ബ്ലോക്ക് കുടുങ്ങിയിട്ട്. ഷാനുനെ കാണിച്ചു തരാം കേട്ടോ. ഇത് പോക്കുണ്ടാവില്ല, ഇവിടെ കിടക്കാം. ഇന്ന് പോകൂലാന്ന്. ഞങ്ങളങ്ങനെ കുറേ നേരം ചുരത്തിൽ ബസ് ബ്ലോക്കായിട്ട് കിടന്നു ഗൈസ്. വേറെ ഏതൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ വലിയ വണ്ടികൾ ഫുള്ള് ബ്ലോക്കായി കിടക്കുകയായിരുന്നു. പക്ഷേ ചെറിയ കാറുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാണാം. അപ്പോൾ എനിക്കൊന്ന് ചെറിയ വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സിംഹവാലൻ കുരങ്ങനെ കണ്ടു അവിടെ. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് അതിനെ കാണുന്നില്ല. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കും. അങ്ങനെ കുറേ നേരം ബസ്സിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. മാളൂട്ടി ബോറടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മാളൂട്ടി ഉറക്കുന്ന എഴുന്നിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി നിന്നു. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഗൈസ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വാഷ്റൂമിൽ പോകണമെന്നായി. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണെങ്കിലും അവിടെ നിന്ന് പോയാലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ളൊരു വണ്ടി കൈ കാണിച്ചിട്ട് ആ വണ്ടിയിൽ കയറിയിട്ടാണ് വന്നത്. നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അവർ നമുക്ക് ലിഫ്റ്റ് തന്നതുകൊണ്ട് നമുക്ക് മീനങ്ങാടി വരെ എത്താൻ പറ്റി. പച്ചേനെ മീൻകള. അയ്യോ കണ്ടില്ല. ഞങ്ങൾ ഓട്ടോ വിളിച്ച് പച്ചേല് പോകാൻ അർജന്റായിട്ട് സാധനം അർജന്റായിട്ട് വാട്സപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ബത്തേരി എത്തിയപ്പോഴേക്കും ഉപ്പച്ചി വണ്ടി നിർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഞങ്ങൾ പോയി വണ്ടിയൊക്കെ എടുത്ത് ഉപ്പച്ചി രാവിലെ 5:30 ഞങ്ങളെ കൂട്ടാൻ വന്നതാ വണ്ടി കിട്ടും. എന്നിട്ട് ഞങ്ങള് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ചുരത്തിൽ തന്നെയുള്ളത്.
പിന്നെ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് ഇപ്പിച്ച് പോയി, ബസ്സിന് പോയി. വണ്ടി അവിടെ നിർത്തിയിട്ട് ഒരു കടയിൽ കീ കൊടുത്തിട്ട് പോയി, വണ്ടി എടുത്തിട്ട് നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങളിപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇപ്പം ഞങ്ങൾ മൺചിറ പോവാണ്. എൻ്റെ മാമനൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ പോയിട്ട് ഒന്ന് റെഡി ആയിട്ട് നമ്മള് ടൗണിലേക്ക് വരും. എന്താ ഇപ്പൊ വീട്ടിലേക്ക് പോവാത്ത എന്താ വെച്ചാല് ലഗേജ് ഇവിടെ ടൗണിൽ എത്തിക്കണം ബസ്സുകാര്. അപ്പൊ ഞങ്ങളിപ്പോ വിളിച്ചു നോക്കിയപ്പോ ബസ് ഇപ്പോഴും അവിടെ തന്നെയാണ്, നമ്മൾ ഇറങ്ങി വന്ന ആ സ്ഥലത്ത് തന്നെയാ. അപ്പൊ ഞങ്ങൾക്ക് ആ ലിഫ്റ്റ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി, എനിക്ക് വാഷ്റൂമിൽ പോവാൻ പറ്റി. അതാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മളെ ഈ ചുരത്തിൽ ഒരു ബദൽ റോഡ് മസ്റ്റാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ടോയ്ലറ്റും. അങ്ങനെ ഞങ്ങൾ മാമന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ബത്തേരിയിലേക്ക് തന്നെ വന്ന് മാളൂട്ടിക്ക് ഡ്രസ്സ് നോക്കാമെന്ന് കരുതി. എന്തായാലും ലഗേജ് വരാൻ ടൈം എടുക്കും. അപ്പോൾ ഉമ്മച്ചിയും ടൗണിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാളൂട്ടിക്ക് ഡ്രസ്സ് നോക്കാമെന്ന് കരുതിയിട്ട് ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് നോക്കി, അതാണ് ഇത്. പിന്നെ മെറ്റീരിയലും എടുക്കാനുണ്ടായിരുന്നു മാളൂട്ടിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തു ഞങ്ങൾ. അപ്പോഴേക്കും എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു ബത്തേരി, അപ്പോൾ അവരൊന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി പോയി. ഗായ്സ്, അപ്പം ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്റെയും കസിൻസ് ആണ് അവര്. അപ്പൊ നമ്മൾ അവിടെ പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് അറിയില്ല കേട്ടോ വരുന്നത്. അപ്പൊ ഓരമ്മമാരൊക്കെ ഞങ്ങളെ വണ്ടിയിലുണ്ട്. ഇതാണ് എന്റെ കസിൻസ്. അപ്പൊ നമ്മള് മാളൂട്ടി ഉള്ളത് അവർക്ക് അറിയില്ല പോണത്. അപ്പൊ നമുക്ക് ചെന്നിട്ട് നോക്കി നോക്കാം എന്തായാലും അവരുടെ റിയാക്ഷൻ എന്താണ്. ബുദ്ധി ഇല്ലാത്തപ്പോഴൊക്കെ ഓർമ്മ വെച്ചതെന്ന് ഉദ്ദേശിച്ച. അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ റിയാക്ഷൻ നോക്കാം. അതെ, നമ്മള് വയനാട്ടില് വരല് കുറവല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ റിയാക്ഷൻ എന്താന്ന് കാണിച്ചിടാം ഞാൻ. ഹലോ ഹലോ ഗൈസ്, അറിയോ ഹലോ ഹായ്, അറിയോ ആരാടാ? അങ്ങനെ തിരിച്ച് ഞങ്ങൾ ടൗണിലേക്ക് തന്നെ വന്ന് അപ്പോഴാണ് ബസ്സിൽ ഞങ്ങൾ ലഗേജ് ഒക്കെ വരുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്. ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ഒരു സമാധാനം, എന്താ പറയുക. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു മാളുവിനോട് വണ്ടിയിൽ തന്നെ ഇരിക്കുക, ഉമ്മച്ചി എന്തോ സർപ്രൈസ് ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്, എന്നിട്ട് ഇറങ്ങിയാൽ മതി. ഇത് എന്താ അറിയില്ല, നമുക്ക് നോക്കാം. നോക്കി വന്നോ, വീഴണ്ട. എന്താ വേണോ? TV വാങ്ങി നിനക്ക് കാർട്ടൂൺ കാണാൻ. വെക്കേഷന് വരുമ്പോ കാർട്ടൂൺ കാണാൻ TV വാങ്ങിച്ചു ഉമ്മച്ചി. വാവ്, എന്റെ മോളെ ഫേവറേറ്റ് കാർട്ടൂൺസ് ഒക്കെ കണ്ട് അടിച്ചു പൊളിക്കാലോ. ഒരുക്കത്തിലാണ് കുട്ടികളും മൈലാഞ്ചി ഇട്ടിട്ട് പറക്കണം പറക്കണം എന്ന് പറഞ്ഞെടുക്കണം. ഇതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കാത്തത്. ഇടാൻ എന്തൊരു ആവേശമായിരുന്നു ഇപ്പൊ അത് പറക്കണം. പക്ഷെ ഇത് ഉണങ്ങി, ഇതിന് പറിച്ചു കളഞ്ഞാലും വെള്ളം തട്ടിക്കാതെ. അതെ അതെ, സമയം നോക്കി ഇതാ അപ്പൊ കൊടുക്കും ബാങ്ക്. വേഗം നോക്കിയോ. പിന്നില്ലേ ഗായ്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വന്നിട്ട് ഇത്രയും നേരം മാറ്റിയിടാത്ത എന്താ വെച്ചാ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയില്ല, അല്ലാതെ ഞാൻ കുളിക്കാത്തേന്ന് വിചാരിക്കരുത്. ഞാൻ നോമ്പ് പറഞ്ഞിട്ട് കുളിച്ചോളാം. കുളിക്കും. ഇത് നോക്കി ചോദിക്കണത് മാളോ പോയി തെറ്റിപ്പോയി. നോമ്പ് തുറക്കാണ്. ബത്തക്ക ഉണ്ട്, സമൂസ ഉണ്ട്. ഈ സമൂസ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ സമൂസ ഷീറ്റ് വാങ്ങിച്ചോണ്ട് ഇത് നമ്മൾ മിസ് ചെയ്യുന്നൊരു സമൂസയാണ്. അല്ലേ മൂവി? പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. മാളോട്ടി എന്താ വെച്ചിങ്ങനെ അമ്മച്ചിന്ന് വേറെ എന്തൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലിച്ചു വരുന്നുണ്ട്, നാളെയോ മറ്റന്നാളോ ആയിട്ട് വരും. അപ്പോൾ ഓളും കൂടെ വന്നിട്ട് നമുക്ക് ഗ്രാൻഡ് നോമ്പ് തുറയാക്കാം. ഇപ്പം ഇത് മതി വരണം, നമുക്ക് നോമ്പ് തുറക്കാം. സമൂസ ഇഷ്ടമായ മാളു? ഗായ്സ്, അപ്പം ഞാനിവിടെ വന്നപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഫസ്റ്റ് ഞാനിവിടെ മീനങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരണ്ടാവില്ല, കാരണം ഇവിടെ കുറേ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്നത് കൊണ്ട് കുറേ സാധനങ്ങൾ എൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് വരുമ്പോഴും എല്ലാം എടുത്തുകൊണ്ട് തന്നെ വരണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയും വേണം. അപ്പോൾ ഞാൻ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ബാഗിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അലമുറയിലേക്ക് എടുത്ത് നിരത്തണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് ഞങ്ങൾക്ക് പെരുന്നാളിന് ഇടാനുള്ള ഡ്രസ്സുകളാണ്. പിന്നെ മാളൂട്ടിക്ക് പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്, സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ മെഷീൻ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് ബാഗിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ചെരുപ്പുകളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇഫ്താറിന് മെയിൻ ഫുഡായിട്ടുണ്ടായിരുന്നത് കപ്പ ബിരിയാണിയും പത്തിരിയും ചിക്കൻ കറിയും ഒക്കെയാണ്. എല്ലാവരും കപ്പ ബിരിയാണിയാണ് ഫസ്റ്റ് കഴിച്ചത്, കാരണം കുറേ ആയി കപ്പ ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിക്കട്ടെ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. മാളൂട്ടി നോമ്പെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാളൂട്ടീൻ്റെ നോമ്പിൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.